നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. KCBയുടെ കുത്തക പ്രീണനത്തിനെതിരെ പ്രതിഷേധം ശക്തം. മീഡിയ ആൻഡ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വൈദ്യുത ഭവന് മുന്നിൽ ധർണ നടത്തി. KCBയുടേത് ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ തകർക്കുന്ന നയമെന്ന രാഷ്ട്രീയ നേതാക്കൾ. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യം. ചക്കരക്കല്ലിൽ ടിപ്പർ ലോറി മറിഞ്ഞ ഡ്രൈവർ മരിച്ചത് വലേന്നൂർ നോർത്ത് സ്വദേശി ജിജോ. ചക്കരക്കൽ വെള്ളച്ചാലിൽ മണൽ കയറ്റിയ ലോറി മറിഞ്ഞു. ആർക്കും പരിക്കില്ല. താഴെച്ചൊവ്വ പമ്പിംഗ് സ്റ്റേഷനിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ജനങ്ങൾക്ക് വെള്ളം കിട്ടിത്തുടങ്ങി. സിറ്റി ന്യൂസ് ഇംപാക്ട്. MLAയും ജില്ലാ കളക്ടറും പ്രശ്നത്തിൽ ഇടപെട്ടു. KCBക്ക് നൽകാനുള്ള തുക വാട്ടർ അതോറിറ്റി 2 ആഴ്ചയ്ക്കുള്ളിൽ അടയ്ക്കണം. ജൈവ കൃഷിക്ക് പ്രോത്സാഹന പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത് ഒരുങ്ങുന്നു. പദ്ധതി ജൈവ കീട കുമിൾ നാശിനികളുടെ ഉൽപാദനത്തിന്. അഗ്രി ബയോടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ മന്ത്രി KP മോഹനൻ നിർവഹിക്കും. വാർത്തകൾ വിശദമായി. KCB ഇലക്ട്രിക് പോസ്റ്റുകൾ റിലയൻസിന് അനധികൃതമായി നൽകുന്നതിൽ പ്രതിഷേധം ശക്തമാവുന്നു. മീഡിയ ആൻഡ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ MCOയുടെ നേതൃത്വത്തിൽ കണ്ണൂർ വൈദ്യുതി ഭവനു മുമ്പിൽ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K. സരള ഉദ്ഘാടനം ചെയ്തു. KCB പോസ്റ്റ് റിലയൻസിന് വിട്ടുകൊടുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർക്ക് മുൻകാല പ്രാബല്യത്തോടുകൂടിയ പോസ്റ്റ് വാടക ഒഴിവാക്കുക. പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാർക്ക് KCB പോസ്റ്റ് സർക്കാർ സൗജന്യമായി നൽകുക. തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക. കുത്തക പ്രീണന നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കേരളത്തിലെ ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ 4G കേബിൾ വലിക്കാൻ റിലയൻസിന് സർക്കാർ 5 വർഷത്തേക്കാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ ജിയോ ഇൻഫോകോം എന്ന കമ്പനിക്ക് അനുമതി നൽകിയത്. റിലയൻസിന് KCB പോസ്റ്റ് അനുമതിക്കായി നൽകിയ അപേക്ഷയിൽ സംസ്ഥാന ഗവൺമെന്റാണ് ഈ തീരുമാനമെടുത്തത്. ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്ന് KCB പിന്മാറണമെന്നും പോസ്റ്റുകൾ റിലയൻസിന് നൽകാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നും പ്രൊഫസർ K. സരള പറഞ്ഞു. മീഡിയ ആൻഡ് കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പൊതുജനം കൂടി കൃത്യമായി അറിയില്ല. ഒരു മൂലധന ചക്രവർത്തി വന്നു. ഇന്ത്യയിലെ കുത്തക മുതലാളിയാണ്. ഇന്ത്യൻ കുത്തക മുതലാളിയുടെ പിന്നിലും മൂല്യമൊക്കെ വിദേശ കുത്തകകളുണ്ടാവും. അത് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ വിദേശ കുത്തകൾ ഇല്ലെങ്കിലും ചെറു മത്സ്യങ്ങളെ വൻ സ്രാവുകൾ പെഴുതു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ വിദേശ കുത്തകൾ വരുന്നതിന് മുന്നോടിയായിട്ട് റിലയൻസിന് കൊടുത്തിരിക്കുന്നു. റിലയൻസിന് കൊടുക്കുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് യുവാക്കൾ ജോലി ചെയ്യുന്ന ഒരിടം അതെങ്ങനെ പോകണമെന്ന് ജനം നിശ്ചയിച്ചു കൊടുക്കുന്നു. MCOA സംസ്ഥാന ട്രഷററും സിറ്റി ചാനൽ MDയുമായ ശ്രീജിത്ത് AP അധ്യക്ഷത വഹിച്ചു. MCOA ജില്ലാ സെക്രട്ടറി പ്രദീപൻ C, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K. സുരേന്ദ്രൻ, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK വേലായുധൻ, മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ KP താഹിർ, വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ഏരിയ പ്രസിഡന്റ് MA ഹമീദ് ഹാജി, MCOA സംസ്ഥാന ഭാരവാഹി രഘുവീർ രാമൻ, സിറ്റി ചാനൽ ചെയർമാൻ ബിജു PC, MCOA ജില്ലാ കമ്മിറ്റി ജിതേഷ് കുമാർ PK തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശിക ചാനലുകളെയും ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെയും തകർക്കുന്ന KCBയുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് DCC പ്രസിഡന്റ് K. സുരേന്ദ്രൻ. MCOയുടെ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയം ഉടൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പിന് കീഴിലുള്ള വൈദ്യുതി പോസ്റ്റുകൾ, ആ പോസ്റ്റുകളിലൂടെയാണ് നമ്മുടെ ചാനലുകൾ അതിന്റെ കേബിളുകൾ വലിച്ച് ഈ ജോലി നിർവഹിച്ചു വരുന്നത്. പോസ്റ്റുകൾ വഴി കേബിളുകൾ വലിച്ച് ഈ ജോലി നിർവഹിക്കുമ്പോൾ ആ പോസ്റ്റുകൾക്ക് ഒരു വാടക നൽകണം എന്ന വ്യവസ്ഥ നേരത്തെ തന്നെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിൽ തുച്ഛമായ സംഖ്യ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ ചാനലുകൾ നൽകുന്ന സംഭാവന നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ മീഡിയ സംവിധാനത്തിലൂടെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ, അറിവുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, നമ്മുടെ പ്രാദേശികമായി നടക്കുന്ന, ഓരോ പ്രദേശത്തും നടക്കുന്ന പച്ചയായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ യഥാസമയം എത്തിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരുന്ന ഈ പ്രാദേശിക ചാനലുകളുടെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് വെച്ചുകൊണ്ടാണ് ആ ഒരു തുച്ഛമായ സംഖ്യ തന്നെ നിശ്ചയിച്ചുകൊണ്ട് ഈ ജോലി ചെയ്യാനുള്ള തീരുമാനമുണ്ടായത്. ആ മാറുന്നതിനനുസരിച്ച് തന്നെ ഈ മേഖലയിൽ ഈ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട
ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ തൊഴിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുകൾക്ക് ഉണ്ടെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK വേലായുധൻ പറഞ്ഞു. പ്രശ്നത്തിൽ ഉടൻ സർക്കാർ ഇടപെടണമെന്നും PK വേലായുധൻ ആവശ്യപ്പെട്ടു. സാധാരണ രീതിയിൽ കോടതികൾ പറഞ്ഞാലെങ്കിലും നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളെ ശ്രദ്ധിക്കാറുണ്ട്. അത് സംസ്ഥാനം ഭരിക്കുന്ന ആളുകളായാലും ഇനി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളായാലും എല്ലാവരും അതിനെ മാനിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ അഭിപ്രായ സ്വരൂപനം നടത്തുന്ന നമ്മുടെ പ്രാദേശിക ചാനലുകാരുടെ കോടതി വിധി പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ്, പ്രത്യേകിച്ച് വൈദ്യുതി ബോർഡ് കാണിക്കുന്ന ഏറ്റവും കുറ്റകരമായിട്ടുള്ള നെറുകേട് എന്ന് പറഞ്ഞാൽ തന്നെ അതിനതിശക്തി. ഈ നാട്ടിലൂടെ പോകുന്ന ഇലക്ട്രിക് പോസ്റ്റിലൂടെ കാലാകാലങ്ങളായി, എത്രയോ വർഷങ്ങളായി കണക്ഷൻ കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും, ദൈനംദിന കാര്യങ്ങൾ ജനങ്ങളെ മുന്നിലെത്തിക്കുന്ന ഈ ജനവിഭാഗത്തോട് അല്ലെങ്കിൽ ഈ വിഭാഗത്തോട് ഒരു ന്യായമായ കാര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല, അതിന് അന്യായമായി പീഡിപ്പിക്കണം എന്ന് വരുമ്പോ അതിനെതിരെ സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കരണീയമായിട്ടുള്ള മാറ്റം. പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാരെ തകർക്കുന്ന KCB കുത്തക പ്രീണന നയത്തിൽ നിന്ന് പിന്മാറണമെന്ന മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ KP താഹിർ ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് KP താഹിർ പറഞ്ഞു. പക്ഷെ KCB ഭീമമായ തുകയാണ് വാങ്ങിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ കേബിൾ TV അസോസിയേഷന്റെ സമരം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് നമ്മുടെ രാജ്യമെല്ലാം കുത്തകവൽക്കരിക്കുകയാണ്. കുത്തകവൽക്കരണത്തിനെതിരെ എതിർക്കുന്നവരും ഒക്കെ കുത്തകവൽക്കരണത്തിന് കൂട്ടുനിൽക്കുകയാണ്. KCBയെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന ഗവൺമെന്റ് ഏതായാലും KCB നേരത്തെ ഒരു താപ്പാനയാണ്. അതിന്റെ മേലെ ഇരിക്കുന്ന മേലാളന്മാർ അവരുടെ സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുക. അത് നിരക്ക് വർധനവിന്റെ പേരിലായാലും ഇത്തരം നടപടികളുടെ പേരിലായാലും KCBയുടെ നിലപാട് ജനദ്രോഹപരമാണ്. ഒരു ഗവൺമെന്റിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മീഡിയകളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. മീഡിയകളുടെ അവരുടെ ജീവനാടിയാണ് കേബിൾ TV അസോസിയേഷൻ ആളുകൾ. ഇവരൊക്കെ അവഗണിച്ച് പൊതുസമൂഹത്തിനോ ഭരിക്കുന്ന ഗവൺമെന്റിനോ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ സമരം വലിയ പ്രാധാന്യമുള്ളതാണ്. താഴെചൊവ്വ പമ്പിംഗ് സ്റ്റേഷനിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടി. ബിൽ കുടിശ്ശിക അടയ്ക്കാനുള്ളതിനാൽ കഴിഞ്ഞ ദിവസം KCB ഫ്യൂസ് ഊരിയതിനെ തുടർന്ന് നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതായത് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് MLAയും ജില്ലാ കളക്ടറും പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. ബില്ലടക്കാൻ വൈകിയാൽ KSEB വീട്ടിലെത്തി ഫ്യൂസ് ഊരിക്കൊണ്ടുപോകുന്നത് സാധാരണയാണ്. എന്നാൽ ഇന്നലെ ഉച്ചയോടെ KSEB ഊരിക്കൊണ്ടുപോയത് ഒരു പഞ്ചായത്തിലെയാകെ ജനങ്ങളുടെ ഫ്യൂസാണ്. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചാണ് KSEBയുടെ നടപടി. ഊരിയത് വാട്ടർ അതോറിറ്റിയുടെ കീഴിലെ പ്രധാനപ്പെട്ട പമ്പിംഗ് കേന്ദ്രമായ താഴെച്ചുവ പമ്പിംഗ് സ്റ്റേഷനിലെ ഫ്യൂസ്. ജലവിതരണ വകുപ്പ് വൈദ്യുതി വകുപ്പിന് അടക്കാനുള്ള കുടിശ്ശിക കോടികളാണ്. സാധാരണയായി ഈ പ്രശ്നം ഉദ്യോഗസ്ഥ തലത്തിലോ അവിടെ ഒതുങ്ങാത്തവ വകുപ്പ് മന്ത്രി തലത്തിലോ ആണ് പരിഹരിക്കാറ്. എന്നാൽ ഇതാദ്യമായാണ് KSEBയുടെ ഈ നടപടി. എടക്കാട് പഞ്ചായത്തിൽ മുഴുവനായും എളയാവൂർ പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിലും കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് താഴെച്ചുവ ലെവൽ ക്രോസിന് സമീപത്തെ ഈ കേന്ദ്രത്തിൽ നിന്നാണ്. ഇത് കണ്ണൂർ ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു പമ്പിംഗ് സ്റ്റേഷനാണ് താഴെച്ചുവ സമ്പൻ പമ്പിംഗ് സ്റ്റേഷൻ. ഇവിടെ ഇന്നലെ മുതൽ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ്. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ പമ്പിങ് നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ പമ്പിങ് നിന്നതുകൊണ്ട് തന്നെ കുടിവെള്ള വിതരണം നിലച്ചിട്ടാണുള്ളത്. അപ്പോൾ കുടിവെള്ള വിതരണം നിലച്ചതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ ആശ്രയിച്ച് കഴിയുന്ന ഏകദേശം 1000-ഓളം കൺസ്യൂമേഴ്സ് ഉണ്ട്. അവരൊക്കെ വെള്ളം കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പല കൺസ്യൂമേഴ്സും വന്ന് രോഷാകുലരായി പോവുകയാണ്. അപ്പം കറണ്ടില്ലാത്തൊരവസ്ഥയിൽ നമുക്കിവിടെ പമ്പിങ് നടത്താൻ കഴിയാത്തതുകൊണ്ടാണ്. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ചില കസ്റ്റമേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിലും
മറ്റു ചിലർക്ക് അത് കാര്യങ്ങൾ രോഷാകുലരാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കൺസ്യൂമേഴ്സിനെ കുറ്റപ്പെട്ട കാര്യമില്ല. പ്രദേശത്തെ 100-ലധികം വീടുകൾക്ക് പൈപ്പ് വെള്ളം മാത്രമാണ് ആശ്രയം. കുടിശ്ശികയുടെ പേരിലുള്ള KSEBയുടെ നടപടി ഇതാദ്യമായാണ്. വകുപ്പുകൾ തമ്മിലുള്ള ശീതസമരം മുറുകുമ്പോൾ കുടവുമെടുത്ത് ദൂരങ്ങളിൽ കുടിവെള്ളം തേടുന്ന കാഴ്ച ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നേക്കാം. KSEBയുടെ നടപടിയെ കുറ്റപ്പെടുത്താനാകില്ല. എങ്കിലും കുടിവെള്ളം മുട്ടുന്നത് ആയിരങ്ങൾക്കാണ്. ക്യാമറമാൻ അരുൺ കടമ്പേരിക്കൊപ്പം ചേതൻ കാരായി, സിറ്റി ന്യൂസ്. കണ്ണൂർ DD ആയിരുന്ന ദിനേശൻ മഠത്തിലിനെതിരായ സർക്കാർ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട സർക്കാർ ജീവനക്കാരും അധ്യാപകരും സ്റ്റേഡിയം കോർണറിൽ ഉപവാസ സമരം നടത്തി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ DD ദിനേശൻ മഠത്തിലിനെതിരായ സർക്കാർ നടപടികൾ പിൻവലിക്കുക, വിദ്യാഭ്യാസ മാഫിയയ്ക്കും രാഷ്ട്രീയ കൂട്ടുകെട്ടിനുമെതിരെ അണിനിരക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം സംഘടിപ്പിച്ചത്. കണ്ണൂർ DD ദിനേശൻ മഠത്തിലിനെ അകാരണമായി സസ്പെൻഡ് ചെയ്തത് ന്യായീകരിക്കാൻ സാധിക്കില്ലെന്നും നടപടി പിൻവലിക്കണമെന്നും KK ശൈലജ ടീച്ചർ പറഞ്ഞു. ചില സ്വകാര്യ മാനേജ്മെന്റ് ഒക്കെ അങ്ങനെ ഈടാക്കുന്നുണ്ട്, അനധികൃതമായിട്ട് വാങ്ങുന്നുണ്ട്, എല്ലാവരും വാങ്ങുന്നില്ല. സ്വകാര്യ മാനേജ്മെന്റ് ആകെ അടച്ചാക്ഷേപിക്കാനൊന്നും കഴിയില്ല. ചിലര് നല്ല വിദ്യാഭ്യാസ താല്പര്യത്തോടെ നടത്തുന്ന അപൂർവം ചില സ്വകാര്യ മാനേജ്മെന്റ് സ്ഥാപനങ്ങളുണ്ട്, എല്ലാത്തിനെയും അടച്ചു പറയാൻ പറ്റില്ല. എന്നാൽ ചിലര് നന്നായിട്ട് പണം ഉണ്ടാക്കാൻ വിദ്യാഭ്യാസ കച്ചവടത്തിന് തന്നെ ഒരുങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സ്വകാര്യ മാനേജ്മെന്റ് ഒരു മാഫിയെ പോലെ, മുതലാളിയെ പോലെ പ്രവർത്തിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ പെടുവോ എന്നുള്ളത് അന്വേഷണമായിട്ട് പറയേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള എന്തോ അനധികൃത പിരിവിനെ കുറിച്ച് ദിനേശൻ മഠത്തിൽ വിദ്യാഭ്യാസ ഓഫീസർ എന്നുള്ള നിലയിൽ സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംഘടനാ സമിതി ചെയർമാൻ P രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MV ശശിധരൻ, P ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കണ്ണൂർ പത്രങ്ങളിലൂടെ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരസ്യമായി തുണിയുരിഞ്ഞ് പരിശോധനയെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. കോടതിയിലും മറ്റും ഹാജരാക്കാൻ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്ന തടവുകാരെ ജയിൽ കവാടത്തിൽ പരസ്യമായി തുണിയുരിഞ്ഞ് പരിശോധിക്കുന്നുവെന്നാണ് പരാതി. കുരങ്ങുശല്യം മൂലം കോളയാട് ടൗൺ പൊറുതിമുട്ടുന്നത് മനോരമയിൽ വാർത്തയായി. മറുവഴി കണ്ടെത്താനാകാതെ കച്ചവടക്കാരും കർഷകരും വലയുകയാണ്. സുരക്ഷാ വലയമില്ലാതെ മാടായിപ്പാറയിലെ ചതുരക്കിണർ സന്ദർശകർക്ക് ഭീഷണിയാവുന്നത് ചന്ദ്രികയിൽ വാർത്തയായി. 600 ഏക്കറോളം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന മാടായിപ്പാറയിലെ വടുകുന്ത ശിവക്ഷേത്രത്തിന് സമീപത്തെ കിണറാണ് സുരക്ഷാ വലയമില്ലാതെ ഭീഷണിയാവുന്നത്. കണ്ണൂർ കൊടുംചൂടിൽ വെന്തുരുകുന്നതായി കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നു. ജില്ലയിൽ വേനലിന്റെ തുടക്കത്തിൽ തന്നെ 35 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലാണ്. ഇത്തവണ കൊടുംചൂടിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അഗ്രി ബയോടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ കരിമ്പം ഫാമിൽ നടക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K. സരള അറിയിച്ചു. ജൈവ കൃഷിക്ക് പ്രോത്സാഹനമായ പദ്ധതി കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. 1,31 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിതി കേന്ദ്രയാണ് നിർമ്മാണം നടത്തിയത്. അഗ്രി ബയോടെക്നോളജി സെന്റർ കാർഷിക മേഖലയിൽ പ്രധാന ചുവടുവയ്പ്പാണ് നടത്താൻ പോകുന്നതെന്ന് പ്രൊഫസർ K. സരള പറഞ്ഞു. കൃഷിമന്ത്രി ശ്രീ KP മോഹനാണ് ഈ ബയോടെക്നോളജി സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നത് ഒരുപാട് ഈ ശാസ്ത്രജ്ഞന്മാർ വന്നത് വിസിറ്റ് ചെയ്ത അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അഞ്ചലിലുണ്ട്, പക്ഷേ ഇതുപോലെ സമഗ്രമായ രീതിയിൽ വന്നിരിക്കുന്ന ഒരു കെട്ടിടം ഇല്ല, ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ അവർ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ധാന്യവിള, നാണ്യവിളകൾ, ഫലവൃക്ഷങ്ങൾ, പച്ചക്കറി കൃഷി തുടങ്ങിയവയെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങൾ ചുരുത്താനും വിളകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനുമുള്ള ജൈവ കീട കുമിൾ നാശിനികളുടെ ഉൽപാദനത്തിനാണ് പദ്ധതിയിലൂടെ തുടക്കം കുറിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ EP ജയരാജൻ MLA, ജില്ലാ കളക്ടർ P. ബാലകിരൺ, മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും. ഇനിയൊരു ഇടവേളക്ക് മുന്നേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. KCBയുടെ കുത്തക പ്രീണനത്തിനെതിരെ പ്രതിഷേധം ശക്തം. മീഡിയ ആൻഡ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വൈദ്യുത ഭവന് മുന്നിൽ ധർണ നടത്തി. KCBയുടേത് ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ തകർക്കുന്ന നയമെന്ന രാഷ്ട്രീയ നേതാക്കൾ. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യം. ചക്കരക്കല്ലിൽ ടിപ്പർ ലോറി മറിഞ്ഞ ഡ്രൈവർ മരിച്ചത് വലയന്നൂർ നോർത്ത് സ്വദേശി ജിജോ. ചക്കരക്കൽ വെള്ളച്ചാലിൽ മണൽ കയറ്റിയ ലോറി മറിഞ്ഞു, ആർക്കും പരിക്കില്ല. താഴെച്ചൊവ്വ പമ്പിംഗ് സ്റ്റേഷനിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ജനങ്ങൾക്ക് വെള്ളം കിട്ടിത്തുടങ്ങി. സിറ്റി ന്യൂസ് ഇംപാക്ട്. MLAയും ജില്ലാ കളക്ടറും പ്രശ്നത്തിൽ ഇടപെട്ടു. KCBക്ക് നൽകാനുള്ള തുക വാട്ടർ അതോറിറ്റി 2 ആഴ്ചയ്ക്കുള്ളിൽ അടയ്ക്കണം.
ജൈവ കൃഷിക്ക് പ്രോത്സാഹന പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത് ഒരുങ്ങുന്നു. പദ്ധതി ജൈവ കീട കുമിൾ നാശിനികളുടെ ഉൽപാദനത്തിന്. അഗ്രി ബയോടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ മന്ത്രി KP മോഹനൻ നിർവഹിക്കും. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെട്രോ ഹൈപ്പർ മാർക്കറ്റ്, SN പാർക്ക് റോഡ്, കണ്ണൂർ. Diamonds from Bhima. With you, within your reach, Koili Heart Center, Koili Hospital, Kannur. Chemano International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. കല്യാൺ സിൽക്സ്. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. Naturals, Capital Mall, near Thana, Kannur. Indian Fashion, Abhilash Tourist Home, Station Road, Kannur. ശില്പഭംഗിയാർന്ന കരകൗശല വസ്തുക്കളുടെ നിറഞ്ഞ ശേഖരം. റോയൽ ഇന്ത്യ, താന ജംഗ്ഷൻ, താന, കണ്ണൂർ. ഷീ കളക്ഷൻസ്, കണ്ണൂർ, തളിപ്പറമ്പ്. സ്വപ്നങ്ങളാൽ നെയ്തെടുത്ത പട്ടിൻ പ്രൗഢി. കാഞ്ചി സിൽക്സ്, പ്രഭാത് ജംഗ്ഷൻ, ഫോർട്ട് റോഡ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. ചക്കരക്കല്ലിൽ ടിപ്പർ ലോറി മറിഞ്ഞ ഡ്രൈവർ മരിച്ചു. വലിയന്നൂർ നോർത്ത് സ്വദേശി ജിജോ ആണ് മരിച്ചത്. ചക്കരക്കൽ മഹൽ മാർബിൾസ് റോഡിൽ രാവിലെ 8:30 അപകടം. ഏച്ചൂരിൽ നിന്നും ചക്കരക്കല്ലിലേക്ക് പോവുകയായിരുന്ന ലോറി കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം വിട്ടു മറിയുകയായിരുന്നു. ചക്കരക്കല്ല മഹൽ മാർബിൾ റോഡിൽ സ്വകാര്യ വ്യക്തിക്കായി ജില്ലി ഇറക്കാൻ വന്ന ടിപ്പർ ലോറിയാണ് മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർ വലിയന്നൂർ നോർത്ത് സ്വദേശി കരിയാങ്കണ്ടി ഹൌസിൽ ജിജോയാണ് മരിച്ചത്. ലോറിയിൽ ജിജോ മാത്രമാണ് ഉണ്ടായിരുന്നത്. കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം വിട്ട ലോറിയിൽ നിന്നും തെറിച്ചു വീണ ജിജോയ്ക്ക് മുകളിലേക്ക് ലോറി മറിയുകയായിരുന്നു. ജിജോയെ ഉടൻ കൊയിലി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാവിലെ 8:30 അപകടം സംഭവിച്ചത്. ചക്കരക്കൽ വെള്ളച്ചാൽ റോഡിൽ KK ബാറിന് സമീപം ടിപ്പർ മറിഞ്ഞു. ഡ്രൈവറും ക്ലീനറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കമ്പിൽ കടവിൽ നിന്ന് വന്ന മണൽ ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. രാവിലെ 11:30 അപകടം. അപകടത്തെ തുടർന്ന് അല്പസമയം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ചെറുപുഴ ടൗണിൽ ബൈക്ക് കത്തിച്ചു. പെട്ടിക്കടയും ബേക്കറിയും കുടിമരങ്ങളും തകർത്തു. അക്രമത്തിനു പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാണെന്ന നിഗമനം. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. ചെറുപുഴ കമ്പിപ്പാളത്തിന് സമീപത്ത് നിർത്തിയിട്ട ചെറുപുഴയിലെ പ്രശാന്ത് മെഡിക്കൽസ് ഉടമ സുരേഷിന്റെ ബൈക്കാണ് കത്തിച്ചത്. ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്ത് പ്രവർത്തിച്ചിരുന്ന കാക്കിയഞ്ചാലിലെ സുരേഷിന്റെ പെട്ടിക്കട സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് തള്ളിമറിച്ചിട്ട് തകർത്തു. മേലെ ബസാറിലെ SJ ബേക്കറിയുടെ ലൈറ്റുകളും സാമൂഹ്യവിരുദ്ധർ തല്ലി തകർത്തു. ചെറുപുഴയിലെ DYFIയുടെ കൊടിമരവും തകർത്തിട്ടുണ്ട്. വേങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരത്തിലെ പണവും ഓഫീസ് മേശവലിപ്പിലെ 600 രൂപയും കവർന്നു. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. വേങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ ഭണ്ഡാരത്തിന്റെ താക്കോൽ കൈക്കലാക്കിയാണ് മോഷണം നടത്തിയത്. തന്ത്രിയുടെ വിശ്രമമുറി, സമിതി ഓഫീസ്, മേൽശാന്തിയുടെ ഓഫീസ് എന്നിവയുടെ പൂട്ടുകളും തകർത്തു. ഓഫീസിലെ അലമാരിയും തകർത്ത നിലയിലാണ്. ശ്രീകോവിലിന്റെ പൂട്ടും തകർത്ത നിലയിലാണ്. വിഗ്രഹത്തിൽ ചാർത്തുന്ന മാല എല്ലാ ദിവസവും എടുത്തു മാറ്റുന്നതിനാൽ അത് നഷ്ടപ്പെട്ടിട്ടില്ല. പുതിയങ്ങാടിൽ നിന്ന് 600 പാക്കറ്റ് പാൻ ഉൽപ്പന്നങ്ങൾ പിടികൂടി. വലിയകത്ത് ഹുസൈനിന്റെ AV സ്റ്റോറിൽ നിന്നാണ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പുതിയങ്ങാടി ഐസ് പ്ലാന്റിന് സമീപമുള്ള എറമുള്ളൻ വലിയകത്ത് ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള AV സ്റ്റോഴ്സിൽ നിന്നാണ് ഹൻസ്, മധു, പാൻപരാഗ് തുടങ്ങിയവ പഴയങ്ങാടി SI ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ള മേഖലയായ പുതിയങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും നിരോധിത ഉൽപ്പന്നങ്ങൾ വ്യാപകമാകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പച്ചക്കറി സാധനങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചുവെച്ച നിലയിൽ 2 ചാക്കുകൾ നിറയെ നിരോധിത ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കലക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം VV വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചെങ്കൽ മേഖലയിലെ അനിശ്ചിതത്വം ഒഴിവാക്കുക, മണൽ മാഫിയയെ നിയന്ത്രിക്കുക, സിമന്റ് വില വർധനവ് പിൻവലിക്കുക, മണൽ യഥേഷ്ടം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. നിർമ്മാണ മേഖല സ്തംഭിച്ചതിനാൽ ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നും പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും VV വേണുഗോപാൽ പറഞ്ഞു. ഇന്ന് സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ളരുതായ്മക്കൊക്കെ കൂടുന്നത്. സർക്കാർ മെഷീനറിക്ക് എല്ലാ സംഗതികളും അറിയാം, പക്ഷെ അവര് ഇതിന് പരോക്ഷമായി കൂട്ടുനിൽക്കുകയാണ്. ഇവിടെ ഈ തരത്തിലുള്ള ഒരു മാഫിയ ഗ്യാങ് ഉണ്ടാവുകയും
അവർ അവരുടേതായ ഭരണം നടത്തുകയും ചെയ്യാൻ വേണ്ടി സർക്കാർ മെഷീനറികൾ കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കെ വി സതീശൻ, ടി പ്രവീൺ, ടി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാറുന്ന മാധ്യമ ലോകവും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ കേരള മീഡിയ അക്കാദമി മുൻ ചെയർമാൻ എൻ വി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ദ്വൈശതാബ്ദിയോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ടെലിവിഷൻ ചാനലുകൾ ഒരിക്കലും പത്രമാധ്യമങ്ങൾക്ക് ഭീഷണിയാവുന്നില്ലെന്നും മറിച്ച് പത്രങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും എൻ പി രാജേന്ദ്രൻ പറഞ്ഞു. ഗുണ്ടർട്ടിന്റെ സ്ഥാനം മലയാള പത്രപ്രവർത്തന രംഗത്തിൻ്റെയും നമ്മുടെ ഈ നാടിൻ്റെയും ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ സ്ഥാനമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ എൻ ബാബു അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം അബ്ദുറഹ്മാൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ വി സുഗതൻ, പ്രസ് ക്ലബ് സെക്രട്ടറി മട്ടന്നൂർ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സ്ഥാപനങ്ങളിലെ മാധ്യമ വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുത്തു. വാരം യു പി സ്കൂളിലെ ശാസ്ത്ര പ്രദർശനം ശ്രദ്ധേയമായി. ഗണിതം, ശാസ്ത്രം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്ലാസി യുദ്ധം മുതൽ സ്വാതന്ത്ര്യാനന്തര സംഭവങ്ങൾ വരെയുണ്ട് പ്രദർശനത്തിൽ. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പ്രദർശനത്തിൽ സജീവമാണ്. ശാസ്ത്ര പ്രദർശനം 2015 എന്ന പേരിലാണ് നമ്മൾ ഈ പ്രദർശനം സംഘടിപ്പിച്ചത്. വളരെ ഉന്മേഷത്തോടു കൂടിയും ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ ഈ പ്രദർശനത്തെ നോക്കിക്കണ്ടത്. കുട്ടികളുടെ മികവുകൾ പ്രദർശിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂൾ ഇത്തരം പരിപാടികൾ അറേഞ്ച് ചെയ്തത്. വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാഷകളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ശാസ്ത്രം പ്രവർത്തനത്തിലൂടെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ പ്രദർശനം വളരെയധികം സഹായകമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർമ്മിച്ച കൗതുക വസ്തുക്കളും ഒറിഗാമി ഉൽപ്പന്നങ്ങളും പ്രദർശന നഗരിയിലുണ്ട്. വിവിധതര പരീക്ഷണങ്ങളും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവിധതര ചാർട്ടുകളും ഔഷധ സസ്യങ്ങളും 100ൽ പര വിത്തുകളും പ്രദർശിപ്പിച്ചു. സയൻസുമായി ബന്ധപ്പെട്ട് മോഡലുകളും ചാർട്ടുകളും പ്രദർശിപ്പിച്ചു. ഗണിതപരമായി മോഡൽസും ചാർട്ടുകളും അസൈൻമെൻറ്റ്സും പിന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട് പഠനോപകരണങ്ങളും ചാർട്ടുകളും വിദ്യാർത്ഥികൾ സ്വന്തം ഉണ്ടാക്കിയ പത്രങ്ങളും. ഭാഷാ പ്രദർശനം, കായിക പ്രദർശനം എന്നിവയ്ക്ക് പുറമെ പുകയില, മദ്യപാനം എന്നിവയ്ക്കെതിരായ ബോധവൽക്കരണ സന്ദേശങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ചന്ദ്രൻ മലപ്പട്ടം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് അസോസിയേഷന്റെ ലക്ഷ്യമെന്ന് ചന്ദ്രൻ മലപ്പട്ടം പറഞ്ഞു. അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, മനുഷ്യരുടെ ഇടയിൽ നല്ല ബോധങ്ങൾ വരുത്തുക. കാരണം അതിനു വേണ്ടുന്ന ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക. ഇപ്പൊ ശ്രീവത്സൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പുകയില ഉപയോഗത്തിനെതിരെ എല്ലാ ഹൈസ്കൂളുകളിലും ചെന്ന് ക്ലാസ് എടുക്കണം. ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാലയങ്ങളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനും ജൈവ കാർഷിക വിളകളെ പ്രോത്സാഹിപ്പിക്കാനും കൺവെൻഷനിൽ തീരുമാനമായി. EVG നമ്പ്യാർ, PE ഗോപാലൻ, PP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വ്യക്തികൾ വിശേഷങ്ങൾ. എഴുത്തുകാരുടെ കൈപ്പട ശേഖരിച്ച് നിധി പോലെ സൂക്ഷിച്ചു വയ്ക്കുന്ന അഞ്ചരക്കണ്ടി കീഴല്ലൂർ സ്വദേശി ലതീഷിനെ കുറിച്ചാണ് ഇന്നത്തെ വ്യക്തികൾ വിശേഷങ്ങൾ. ലതീഷിന്റെ ശേഖരത്തിൽ പ്രശസ്തരായ 200ഓളം എഴുത്തുകാരുടെ കൈപ്പടയുണ്ട്. എഴുത്തുകാരുടെ കൈയക്ഷരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അവരെ അടുത്തറിയുകയാണ് കണ്ണൂർ ഗ്രീൻ ബുക്സ് ബ്രാഞ്ച് മാനേജർ ലതീഷ് കീഴല്ലൂർ. മനസ്സിൽ ഇടം നേടിയ കവിതകൾ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ മായാതെ നിൽക്കുമെങ്കിലും അവയ്ക്ക് ജന്മം നൽകിയ കവിഹൃദയങ്ങളെ നാം അടുത്തറിയാറില്ല. കവികളെയും കഥാകൃത്തുക്കളെയും തിരിച്ചറിയണമെന്ന ആഗ്രഹമാണ് ലതീഷിനെ കൈപ്പട ശേഖരണത്തിന് പ്രേരിപ്പിച്ചത്. എഴുത്തുകാരുടെ കൈപ്പട വ്യത്യസ്തമായിരിക്കുമെന്നും എഴുത്തുകാരുടെ കൈപ്പട ശേഖരിക്കണമെന്നുള്ള ഒരാശയം തോന്നിയത് വളരെ വ്യത്യസ്തമായ രീതിയിൽ തുടക്കത്തിൽ തന്നെ ഒരുപാട് പേർക്ക് കത്തുകൾ അയച്ചു.
അങ്ങനെയാണ് കൈപ്പടകൾ ശേഖരിച്ചു തുടങ്ങിയത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അഖിലാണ്ടമണ്ഡലം അണിയിച്ചൊരുക്കി എന്ന സുപ്രസിദ്ധമായ പ്രാർത്ഥനാഗാനം പന്തളം KP എന്ന കവിയുടെ കൈപ്പടയിൽ തന്നെ കിട്ടി. അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ സഹായത്തോടു കൂടിയിട്ട് അദ്ദേഹം എഴുതുകയും മക്കളുടെ സഹായത്തോടു കൂടി അയച്ചു തരികയും ചെയ്തത്. എഴുത്തുകാരെ നേരിട്ടും കണ്ടും കത്തുകൾ അയച്ചുമാണ് കൈപ്പടകൾ ശേഖരിക്കാൻ തുടങ്ങിയത്. 1996 ഗുരു നിത്യചൈതന്യയതിയുടെ കൈപ്പട ശേഖരിച്ച് തുടക്കം കുറിച്ചു. പിന്നീട് കോവിലൻ, കമല സുരയ്യ, ONV കുറുപ്പ്, M മുകുന്ദൻ, കുഞ്ഞുണ്ണി മാസ്റ്റർ തുടങ്ങി 200ഓളം എഴുത്തുകാരുടെ കൈയക്ഷരങ്ങൾ രതീഷിന് സ്വന്തമായി. വെറും ഒരു കൈപ്പട എന്നതിലുപരി ചെറിയ വാചകങ്ങളിലെ വലിയ അർത്ഥങ്ങളും ഇതിൽ ഒളിഞ്ഞുകിടക്കുന്നു. എഴുത്തുകാരനെയും എഴുത്തിനെയും സ്നേഹിക്കുന്ന ലതീഷ് ഒരു സാഹിത്യകാരൻ കൂടിയാണ്. കീഴല്ലൂർ സ്വദേശിയായ ലതീഷ് തന്റെ ഹൈസ്കൂൾ ജീവിതം മുതൽക്കേ എഴുത്ത് ആരംഭിച്ചു. ബാലസാഹിത്യങ്ങളായ മഞ്ചാടി, കിലുക്കാമ്പെട്ടി തുടങ്ങിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തനിക്ക് ലഭിച്ച വിലമതിക്കാനാവാത്ത ശേഖരത്തിന്റെ പ്രദർശനത്തിനൊരുങ്ങുകയാണ് ലതീഷ്. പാമ്പൻ മാധവൻ അനുസ്മരണത്തോടനുബന്ധിച്ച് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പയ്യാമ്പലം സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് KN ബാബു, സെക്രട്ടറി മട്ടന്നൂർ സുരേന്ദ്രൻ, അബ്ദുൾ മുനീർ, രഞ്ജിത്ത് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പുഴാതി ഗ്രാമപഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ നിർമ്മാണ പരിശീലനം നടന്നു. ഹോട്ടൽ സാധു ഇന്നൽ പുഴാതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഗേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ബയോഡൈവേഴ്സിറ്റി ജില്ലാ കോർഡിനേറ്റർ പ്രൊഫസർ PT രാജശേഖരൻ, A പ്രസന്ന, മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ജീവനുള്ള വസ്തുക്കളാണ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലെ ജീവനുള്ള വസ്തുക്കളാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ബയോളജി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്, ജീവന്റെ ശാസ്ത്രമാണ് ബയോളജി. ബയോളജിയിൽ തന്നെ 2 ശാസ്ത്രമുണ്ട്, സുവോളജിയും ബോട്ടണിയും, ജന്തുശാസ്ത്രവും സസ്യശാസ്ത്രവും. അപ്പോൾ ഈ ജന്തുശാസ്ത്രവും സസ്യശാസ്ത്രവും അടങ്ങിയ ബയോളജി, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിന് ബയോളജി എന്ന വാക്കിൽ നിന്ന് ചുരുക്കിയെടുത്ത വാക്കാണ് ബയോ. ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ദേശീയവാദികളുടെ മതനിരപേക്ഷ സംഭാവന സർക്കാർ മറക്കുകയാണെന്ന് AK ശശീന്ദ്രൻ MLA പറഞ്ഞു. കണ്ണൂരിൽ പാമ്പൻ മാധവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയ സോഷ്യലിസവും ജനാധിപത്യവും ഒരു കാരണവശാലും പൊരുത്തപ്പെടുന്നതല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുന്ന നടപടികളുമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ടു പോകുന്നത്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാൻ സ്ഥാനത്തു നിന്നും സേതുവിനെ നീക്കിയ നടപടി ഇതിനുദാഹരണമാണ്. മതേതരത്വം പാമ്പൻ മാധവന്റെ വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ കഥാകൃത്ത് TN പ്രകാശ് പ്രഭാഷണം നടത്തി. K ഗംഗാധരൻ, NCP ജില്ലാ പ്രസിഡന്റ് VV കുഞ്ഞികൃഷ്ണൻ, CH പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ദേശീയ ശാസ്ത്ര ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചു. നീർച്ചാൽ ഗവൺമെന്റ് UP സ്കൂളിൽ BPOD മാത്തിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഈ മാസം 1-ാം തീയതി മുതൽ ശാസ്ത്ര പ്രദർശനം, പരീക്ഷണ ക്ലാസ്, ഫീൽഡ് ട്രിപ്പ്, ചിത്രരചനാ മത്സരം, ക്വിസ്, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടന്നുവരുന്നുണ്ട്. ശാസ്ത്ര പ്രദർശനത്തോടെയാണ് ദേശീയ ശാസ്ത്ര ദിനാചരണ പരിപാടികൾക്ക് സമാപനമാവുന്നത്. ദേശീയ ശാസ്ത്ര ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നമ്മുടെ വിദ്യാലയത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടന്നു വരികയാണ്. ഇതിൽ ക്വിസ് മത്സരം, അതുപോലെ തന്നെ ഫീൽഡ് ട്രിപ്പ്, ചിത്രരചനാ മത്സരം, ശാസ്ത്ര പ്രദർശനം, സോപ്പ് നിർമ്മാണ പരിശീലനം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, ശാസ്ത്ര ക്ലാസ് എന്നിവ തുടങ്ങിയ ഒട്ടനവധി പരിപാടികൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇന്ന് അവസാന ദിവസം, ഇന്ന് ഇവിടെ ശാസ്ത്ര പ്രദർശനം നടക്കുകയാണ്. കുട്ടികളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അധ്യാപകരും കുട്ടികളും ചേർന്ന് സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിവിധങ്ങളായ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ പഠനോപകരണങ്ങളുമാണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. വൈദ്യുതി ഉപയോഗിക്കാതെ പ്രവർത്തിപ്പിക്കാവുന്ന വാഷിംഗ് മെഷീന്റെ മാതൃക, കാറ്റാടി യന്ത്രം തുടങ്ങിയ ഉപകരണങ്ങളാണ് വിദ്യാർത്ഥികൾ നിർമ്മിച്ചിട്ടുള്ളത്. PTA പ്രസിഡന്റ് PK വമ്പൻ അധ്യക്ഷത വഹിച്ചു. KKP ഷമീമ, MM ആയിഷ B, VP രാജൻ തുടങ്ങിയവർ സംസാരിച്ചു.
പോലീസ് മൈതാനിൽ നടക്കുന്ന കൺസ്യൂമർ ഫെസ്റ്റിലെ പ്രധാന ആകർഷണമാകുകയാണ് ചിത്രകാരന്മാരുടെ കൂട്ടായ്മ. ചിത്രകല അതിന്റെ ശൈശവാവസ്ഥയിലാണെന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഇവർ. 1000 രൂപ മുതലുള്ള ചിത്രങ്ങളാണ് വിൽപ്പനയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ചിത്രങ്ങളാണ് എല്ലാം. ജീവൻ തുടിക്കുന്ന പെയിന്റിങ്ങുകളിൽ പ്രദർശനത്തിന് എത്തുന്നവരെല്ലാം കണ്ണുടക്കി നിൽക്കുന്നു. തലശ്ശേരി ആർട്ട് ആൻഡ് ഫ്രെയിമിലെ ഒരു കൂട്ടം ചിത്രകാരന്മാരാണ് സന്ദർശകർക്ക് ചിത്രവിരുന്നൊരുക്കുന്നത്. ചിത്രകലയെ ജനകീയമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഇവർ പറയുന്നു. 7ഓളം ചിത്രകാരന്മാർ സംഘടിച്ചുണ്ടാക്കിയ ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. അതായത് ഈ ഒറിജിനൽ പെയിൻറ്റിങ്സിന് ഈ നമ്മുടെ നാട്ടിൽ ഭയങ്കര വില കൂടുതലാണ്. അപ്പോൾ അതിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ജനകീയവൽക്കരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മ്യൂറൽ ഓയിൽ പെയിന്റിങ്ങുകൾക്ക് പുറമെ ട്രെൻഡി എന്ന് വിളിക്കുന്ന പുതുതലമുറ പെയിന്റിങ്ങുകളും സ്റ്റാളിലുണ്ട്. വാങ്ങുന്നവരിലധികവും തിരഞ്ഞെടുക്കുന്നത് ട്രെൻഡികളാണ്. വലിയ വില നൽകേണ്ടതിനാലാണ് സാധാരണക്കാർ ചിത്രകലയിൽ നിന്ന് അകലുന്നത്. കേവലം വാണിജ്യ താല്പര്യങ്ങൾക്കപ്പുറം മികച്ച ചിത്രങ്ങളെ ചെറിയ വിലയ്ക്ക് നൽകുക കൂടിയാണ് ഇവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ സാധാരണക്കാരന് അഫോർഡബിൾ അല്ല എന്നുള്ളൊരു ധാരണയിലാണ് പല ആസ്വാദകർക്കും അതിനോട് എത്താൻ പറ്റും. സാധാരണക്കാർക്ക് ലഭ്യമാകുന്നൊരവസ്ഥയിൽ ചിത്രനിർമ്മാണ മാധ്യമം എത്തുകയാണെങ്കിൽ എല്ലാവരും കൂടുതൽ അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഞങ്ങളിതിൻ്റെ ടെക്നിക്കലായിട്ടുള്ളതും ഇതിൻ്റെ എല്ലാ രീതിയിലുള്ളതും ജനങ്ങളുടെ ഇടയിലിരുന്ന് തന്നെ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൂട്ടായ്മയിലൂടെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അവരവരുടെ സൃഷ്ടികളെ കൂടുതൽ ഇതായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ. ഇപ്പോൾ ചിത്രകല ശൈശവാവസ്ഥയിൽ നിന്ന് പറയുന്ന വിമർശകർ പറയുന്നു. പക്ഷേ എന്താണ് കാരണം? സാധാരണ ജനങ്ങളിലേക്ക് ചിത്രകല എത്തുന്നില്ല. വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ മാത്രമേ ചിത്രകല അങ്ങനെ ചിത്രം എത്തുന്നുള്ളൂ. അങ്ങനെ എല്ലാ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല ടൗണുകളിലും നമ്മൾ പ്രോഗ്രാം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എവിടെയും അങ്ങനെ ചെയ്തെന്ന് ഒരുപാട് ആൾക്കാർ വന്ന് സഹകരിക്കുന്നുണ്ട്. കാണാനും ചിത്രങ്ങൾ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. സന്ദർശകരുടെ ആവശ്യാർത്ഥം ചിത്രങ്ങൾ വരച്ചു നൽകാൻ 2 പേർ സദാസമയവും ഇവിടെയുണ്ട്. പ്രമോദ് ദാസ് നേതൃത്വം നൽകുന്ന കൂട്ടായ്മയിൽ വിപിൻ ഇരിട്ടി, NP സന്തോഷ്, ഷൈജു മാലൂർ എന്നിവരാണ് ചിത്രകാരന്മാരായുള്ളത്. ക്രിക്കറ്റ് ഇന്ന് കളിയല്ല, ബിസിനസ്സായി മാറിയെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ. സിഗ്മ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മഹാത്മാ സ്കോളർഷിപ്പ് കണ്ണൂരിൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്ന് കച്ചവടവും സിൽക്ക് കച്ചവടവും ഇന്ന് എളുപ്പം ലാഭം കൊയ്യാനുള്ള ബിസിനസ്സായി മാറി. ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്രിക്കറ്റ് കളിക്കാത്തവർ ഇന്ന് ക്രിക്കറ്റ് മുതലാളിയായി മാറിയെന്നും ശശി തരൂരും ശരത് പവാറുമൊക്കെ ഇത്തരം മുതലാളിമാരാണെന്നും ടി പത്മനാഭൻ പറഞ്ഞു. പൊന്നു കച്ചവടവും അതിനോട് ബന്ധപ്പെട്ടിട്ട് സിൽക്ക് കച്ചവടം, എനിക്കതിൻ്റെ മറിമായങ്ങളൊന്നും അറിയില്ല. പക്ഷെ നാൾക്കുനാൾ പുതിയ പുതിയ പൊന്ന് സിൽക്ക് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നു. നന്നായി വരട്ടെ, ഒരസൂയവും എനിക്കില്ല. തഴച്ചു വളരുന്ന ഒരു വ്യവസായം ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് ഇന്ന് ഒരു കളിയല്ല, ക്രിക്കറ്റ് ഇന്ന് കച്ചവടമാണ്. അത് ശശി തരൂരായാലും ശരത് പവാറായാലും ഡാൽമി ആയാലും ലാഭമുണ്ട്. ഇവരൊക്കെ എന്നാണോ ക്രിക്കറ്റ് കളിച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല. റെപ്കോ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കൺവീനർ MV നവാസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ M അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ഇഫ്തിഖർ അഹമ്മദ്, ഫെഡറൽ ബാങ്ക് സീനിയർ റീജിയണൽ മാനേജർ VC രാജീവ്, സീനിയർ മാനേജർ VC സന്തോഷ് കുമാർ, M ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പഠനത്തിൽ മികവ് പുലർത്തിയ 41 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകിയത്. പ്രബന്ധരചനാ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ ചടങ്ങിൽ നൽകി. ഇനി അറിയിപ്പുകൾ. അമൃത നാട്യ അക്കാദമി പുറത്തിറക്കുന്ന കലാമാസികയിലേക്ക് തെയ്യം, സംഗീതം, നാട്യം എന്നിവയുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 9645735115 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആറളം ഫാം ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. NCP കോഴ്സ് പാസ്സായവർ മാർച്ച് 6-ന് 10:30 ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ ഹാജരാകണം. കേരള വികാസ് കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം മാർച്ച് 6-ന് 2 മണിക്ക് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ ചേരും.
ജില്ല കേന്ദ്രീകരിച്ച് സ്ത്രീ സുരക്ഷയും സാമൂഹിക, മാനസിക, സാംസ്കാരിക ഉന്നമനവും ലക്ഷ്യമിട്ട് വനിതാ കൂട്ടായ്മ രൂപവൽക്കരിക്കുന്നു. 15 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് അംഗങ്ങളാകാം. വിശദവിവരങ്ങൾക്ക് 9496861411 നമ്പറിൽ ബന്ധപ്പെടുക. CDT നടത്തുന്ന തൊഴിലധിഷ്ഠിത ദൃശ്യമാധ്യമ സർട്ടിഫിക്കറ്റ് കോഴ്സായ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി കോഴ്സിന്റെ റെഗുലർ ഈവനിംഗ് ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. അപേക്ഷകൾ മാർച്ച് 15 വരെ സ്വീകരിക്കും. ഈ മാസം നടത്തുന്ന COE ട്രേഡ് ടെസ്റ്റിന്റെ ഹാൾ ടിക്കറ്റുകൾ കണ്ണൂർ ഗവൺമെന്റ് ITIയിൽ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹോസ്പിറ്റൽസ് കണ്ണൂർ. Care and cure with dedication. KCBയുടെ കുത്തക പ്രീണനത്തിനെതിരെ പ്രതിഷേധം ശക്തം. മീഡിയ ആൻഡ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വൈദ്യുത ഭവന് മുന്നിൽ ധർണ നടത്തി. KCBയുടേത് ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ തകർക്കുന്ന നയമെന്ന രാഷ്ട്രീയ നേതാക്കൾ. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യം. ചക്കരക്കല്ലിൽ ടിപ്പർ ലോറി മറിഞ്ഞ ഡ്രൈവർ മരിച്ചു. മരിച്ചത് വലേന്നൂർ നോർത്ത് സ്വദേശി ജിജോ. ചക്കരക്കൽ വെള്ളച്ചാലിൽ മണൽ കയറ്റിയ ലോറി മറിഞ്ഞു. ആർക്കും പരിക്കില്ല. താഴെച്ചൊവ്വ പമ്പിംഗ് സ്റ്റേഷനിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ജനങ്ങൾക്ക് വെള്ളം കിട്ടിത്തുടങ്ങി. സിറ്റി ന്യൂസ് ഇംപാക്ട്. MLAയും ജില്ലാ കളക്ടറും പ്രശ്നത്തിൽ ഇടപെട്ടു. KCBക്ക് നൽകാനുള്ള തുക വാട്ടർ അതോറിറ്റി 2 ആഴ്ചയ്ക്കുള്ളിൽ അടയ്ക്കണം. ജൈവ കൃഷിക്ക് പ്രോത്സാഹന പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത് ഒരുങ്ങുന്നു. പദ്ധതി ജൈവ കീട കുമിൾ നാശിനികളുടെ ഉൽപാദനത്തിന്. അഗ്രി ബയോടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ മന്ത്രി KP മോഹനൻ നിർവഹിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.